എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയ ഒരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ പാർട്ടുകളായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു ക്ലാസ്സിൽ ഒരു മാർക്ക് എന്ന ആ ഒരു സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നും മക്കളെ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. മെൻ്റൽ എബിലിറ്റി എന്ന ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ യുക്തി പരിശോധനയിലെ നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് വരിയും നിരയും അല്ലെങ്കിൽ സ്ഥാനനിർണയം എന്നൊരു ടോപ്പിക്ക്. അവിടെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കിടിലൻ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടാൽ തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാത്ത പല കിടിലൻ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെങ്കിലും ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരു സപ്പോർട്ട് നൽകുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്. മക്കളെ, ആദ്യ ചോദ്യം കണ്ടുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണണം. നല്ല ചോദ്യങ്ങളുണ്ട്, നല്ല ചോദ്യം വരുന്നുണ്ട്. കണ്ടു. ഒരു വരിയിൽ എക്സിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 15ഉം വലത്ത് നിന്ന് 22ഉമാണ്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതാണ് ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യം. നിരന്തരം PSC പരീക്ഷകൾ ആവർത്തിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം. തൽക്കാലം ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ലോജിക്ക് നോക്കരുത്. നമ്മുടെ അയ്യപ്പനും കോശിക്കാത്തിൽ രഞ്ജിത്ത് എന്ന സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളെ വീഴ്ത്താൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഉത്തരത്തിലോട്ട് വെക്കുമെന്ന്. അത് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ തൽക്കാലം ലോജിക്ക് എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ ഷോർട്ട് കട്ടുകൾ മാത്രം പറഞ്ഞു പോകും. നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി വെക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി അത്യാവശ്യം പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൻ്റെ കൃത്യമായ ലോജിക്ക് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശാലമായിട്ട് പറയാം. മക്കളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള 5 മോഡലാണ് ഞാൻ നിങ്ങളെ പറയുന്നത്. ആ 5 മോഡലും ഷോർട്ട് കട്ടുകൾ മാത്രമാണ് പറയുന്നത്. പഠിക്കുക, എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, നോക്കി. ഒരു വരിയിൽ മക്കളെ എക്സിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 15ഉം വലത്ത് നിന്ന് 22ഉമാണ്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? സംഭവമൊന്നുമില്ല. ഒരാളുടെ ഒരു വരിയിലെ ഇടത്ത് നിന്നും വലത്ത് നിന്നും ഉള്ള സ്ഥാനം പറയും. അതല്ലെങ്കിൽ ഒരു ക്യൂവിൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ള സ്ഥാനം പറയും. അതല്ലെങ്കിൽ ഒരു റാങ്ക് പട്ടികയുടെ മുകളിൽ നിന്നും താഴെ നിന്നും ഉള്ള സ്ഥാനം പറയും. എന്നിട്ട് അവിടെ ആകെ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറയും. ഒരു വരിയാണെങ്കിൽ ഇടത്തുനിന്നും വലത്തുനിന്നും, അതേപോലെ ഒരു ക്യൂ ആണെങ്കിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും, ഒരു റാങ്ക് പട്ടികയാണെങ്കിൽ മുകളിൽ നിന്നും താഴെ നിന്നും 2 സ്ഥാനങ്ങൾ പറഞ്ഞിട്ട് മക്കളെ ആകെ ആളുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കണമെങ്കിൽ, ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആകെ ടോട്ടൽ ചെയ്യുന്നത് എങ്ങനെയാടാ? ടോട്ടൽ ആകെ കൂട്ടുമല്ലേ ചെയ്യേണ്ടത്? ആകെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കൂട്ടണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, അയാളുടെ 2 സ്ഥാനങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടണം. ഒരു സ്ഥാനം ഇടത്ത് നിന്ന് 15, വലത്ത് നിന്ന് 23. ഈ പറഞ്ഞിരിക്കുന്ന 2 സ്ഥാനങ്ങളൂടെ കൂട്ടണം. കാര്യം ആകെയാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ, ആകെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആകെ കണ്ടുപിടിക്കാൻ 2 കൂടെ കൂട്ടുക. ഇവിടെ 2 കൂടെ കൂട്ടിയാൽ നിർബന്ധമായിട്ടും ഇവിടെ നിന്നും 1 കുറയ്ക്കുക. പറഞ്ഞ മനസ്സിലായോ? 2 കൂടെ കൂട്ടിയാൽ അവിടെ നിർബന്ധമായിട്ടും 1 കുറയ്ക്കുക. അപ്പം അവിടെ ഉള്ള ആകെ ആളുകളുടെ എണ്ണം കിട്ടും. അപ്പം ആകെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങളുടെ കൂട്ടുക, തന്നിരിക്കുന്ന 2 സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, അവിടെ നിന്നും 1 കുറയ്ക്കുക. കാര്യം ആകെ കാണണമെങ്കിൽ മക്കളെ കൂട്ടണം. ഇവിടെ കൂട്ടിയാൽ നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 23ഉം 15 കൂട്ടണം. പറയാം 5 3 8, 2ഉം 1 3, 38. 38 - 1 37. എങ്കിൽ ആ വരിയിൽ മക്കളെ മൊത്തം 37 പേരുണ്ട്. ആ വരിയിൽ മൊത്തം 37 പേരുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആകെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 സ്ഥാനങ്ങളുടെ കൂട്ടുക, അവിടെ നിന്നും 1 കുറയ്ക്കുക. ശരി, അടുത്ത ചോദ്യം ഇങ്ങനെ. 60 പേരുള്ള ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത്ത് നിന്നും 27ാമതാണ്. വലത്ത് നിന്നും എയുടെ സ്ഥാനം എത്ര? കണ്ടോ ചോദ്യം? അടുത്ത ചോദ്യമോ മക്കളെ? 2ാമത്തെ ടൈപ്പ് ചോദ്യമോ? 60 പേരുള്ള ഒരു വരിയിൽ എ ഇടത്ത് നിന്നും 27ാമതായാൽ വലത്ത് നിന്നും എയുടെ സ്ഥാനം എത്ര? ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ കേട്ടോണേ. അതായത് ആകെ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട് മക്കളെ. 60 പേരുള്ള വരി എന്ന് പറയുന്നുണ്ട്. ആകെ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിലോ, കഴിഞ്ഞ ടൈപ്പിലോ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ 2 സ്ഥാനങ്ങളുടെ കൂട്ടും. കൂട്ടിയാൽ അവിടെ നിന്നും 1 കുറയ്ക്കും.
ഇവിടെ മക്കളെ ആകെ ആളുകളുടെ എണ്ണം തന്നിട്ടില്ലേ? ഉണ്ട്. ആകെ ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ എടാ ആകെ കണ്ടുപിടിക്കണമെങ്കിൽ കൂട്ടണം. ആകെ കണ്ടുപിടിക്കണമെങ്കിൽ കൂട്ടണം. അപ്പോൾ ആകെ തന്നിട്ടുണ്ടെങ്കിൽ ആകെയിൽ നിന്നും കുറയ്ക്കണം. ടോട്ടലിൽ നിന്നും കുറയ്ക്കണം. ടോട്ടലിൽ നിന്നും കുറയ്ക്കണം. തന്നിരിക്കുന്ന ഒരു സ്ഥാനം കുറയ്ക്കണം. തന്നിരിക്കുന്ന എത്ര മക്കളെ? 27. തന്നിരിക്കുന്ന ആ ഒരു സ്ഥാനം കുറയ്ക്കണം. പറഞ്ഞത് മനസ്സിലായോ? എടാ ഇവിടെ കുറച്ചാൽ നിർബന്ധമായിട്ടും ഇവിടെ ഒന്ന് കൂട്ടണം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഒന്നുമില്ല, ആകെ ആളുകളുടെ എണ്ണവും ഒരു സ്ഥാനവും തരും. അടുത്ത സ്ഥാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആകെയിൽ നിന്നും തന്നിരിക്കുന്ന ആ ഒരു സ്ഥാനം കുറയ്ക്കണം. ഇവിടെ കുറച്ചാൽ നിർബന്ധമായിട്ടും ഇവിടെ കൂട്ടുക. എങ്കിൽ 60 - 27. 60ൽ നിന്ന് 20 കുറച്ചാൽ 40, 7 കുറച്ചാൽ 33, 33 + 1 വരും എന്ന് പറഞ്ഞാൽ 34. ആ വരിയിൽ വലത്ത് നിന്നും എയുടെ സ്ഥാനം മക്കളെ 34 ആകുന്നു. പറഞ്ഞിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എടാ ടോട്ടൽ കണ്ടുപിടിക്കാൻ, ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ, ടോട്ടൽ കണ്ടുപിടിക്കാൻ എപ്പോഴും കൂട്ടണം എന്ന് പഠിക്കുക. കൂട്ടണം എങ്കിൽ, അതായത് ആദ്യം കൂട്ടുവാണെങ്കിൽ പിന്നെ ഒന്ന് കുറയ്ക്കണം. പറഞ്ഞുപോലെ ഇനി അതേപോലെ ആകെ തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ തന്നിട്ടുണ്ടെങ്കിൽ മക്കളെ എപ്പോഴും ആകെയിൽ നിന്നും കുറയ്ക്കണം. ആകെ ഉണ്ടെങ്കിൽ ആകെയിൽ നിന്നും കുറയ്ക്കണം. അതായത് തന്നിരിക്കുന്ന സ്ഥാനം കുറയ്ക്കണം. ഇവിടെ ആദ്യം നിങ്ങൾ കുറച്ചുവെങ്കിൽ ഇവിടെ ഒന്ന് കൂട്ടുക തന്നെ വേണം. ക്ലിയർ അല്ലേ? പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ശരിതാ. അപ്പം അടുത്ത മനസ്സിലായി. അടുത്ത സ്ഥാനം കണ്ടുപിടിക്കാൻ ആകെ ആളുകളുടെ എണ്ണത്തിൽ നിന്ന് ഒരു സ്ഥാനം കുറയ്ക്കുക. ശേഷം തന്നിരിക്കുന്ന ഒന്ന് കൂട്ടുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 40 പേരുള്ള ഒരു വരിയിൽ എ ഇടത്തു നിന്നും 13-മതും ബി വലത്തു നിന്നും 15-മതുമാണ്. ആ വരിയിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? നല്ല ചോദ്യമോ? ആ വരിയിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? നോക്ക് മക്കളെ, 40 പേരുള്ള ഒരു വരിയിൽ എ ഇടത്തു നിന്ന് 13-മതും ബി വലത്ത് നിന്ന് 15-മതുമാണ്. ആ വരിയിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? അവർക്കിടയിൽ ഒന്നുമില്ല. കേട്ടോണം, ഞാൻ പറഞ്ഞല്ലോ ലോജിക്കൊക്കെ ഞാൻ വൃത്തിയായിട്ട് വേറൊരു ദിവസം പറഞ്ഞുതരാം. തൽക്കാലം ഷോർട്ട് കട്ട് മാത്രം പഠിച്ചു നോക്ക്. ഇടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മക്കളെ, ഇടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2 പേർക്കിടയിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു 10 പേരെ വരച്ച് നോക്കിയിട്ട് ഇതിനെ ചെറിയ ചോദ്യമൊക്കെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞൊക്കെ തരാം. സൗകര്യം പോലെ മറ്റൊരു ദിവസം ആയിക്കോട്ടെ. പക്ഷേ ഇന്ന് തൽക്കാലം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഷോർട്ട് കട്ട് പഠിച്ചു നോക്കുക. മക്കളെ 2 പേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. നമ്മളോട് പറയുന്നുണ്ട് 40 പേരുള്ള വരിയ. ഇടത്ത് നിന്നും എ 13-മതാ, വലത്ത് നിന്നും ബി 15-മതാ. എങ്കിൽ ആ വരിയിൽ അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മക്കളെ ഒന്നുമില്ല, ആകെ എണ്ണം, അതായത് ആകെ അവിടുത്തെ എണ്ണം എത്ര ആണോ ആ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. ഇവിടെ ഒന്നുമില്ല, 2 പേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. പറ മക്കളെ, എടാ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. പറ, എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. അപ്പോൾ 2 പേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. അപ്പോൾ കേട്ടു, ഇവിടെ ആകെ എത്ര പേരുണ്ട്? 40 പേരുണ്ടെന്നാണ് പറയുന്നത്. 40 പേരുള്ള വരിയിൽ എ ഇടത്ത് നിന്നും എണ്ണി വരുമ്പം എ 13-മത് നിൽക്കുക, വലത്ത് നിന്നും എണ്ണി വന്നാൽ ബി 15-മത് നിൽക്കുക. എങ്കിൽ അവർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആകെ എണ്ണം 40. അവിടെ നിന്നും മക്കളെ സ്ഥാനങ്ങളുടെ തുക, അതായത് എയുടെ ഇടത്തു നിന്നുള്ള സ്ഥാനവും ബിയുടെ വലത്തു നിന്നുള്ള സ്ഥാനവും കൂട്ടുക, അത് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ? ഒരു സ്ഥാനം 13 പ്ലസ് അടുത്തവൻ്റെ സ്ഥാനം 15, ഇത് രണ്ടും കൂടെ കൂട്ടുക, ഇത് ഇവിടുന്ന് കുറയ്ക്കുക. 40 മൈനസ് 28 വരും. ശരിയാണോ? 40ൽ നിന്ന് 28 കുറച്ചാൽ 12. എങ്കിൽ ആ വരിയിൽ അവർക്കിടയിൽ മക്കളെ 12 പേരുണ്ട്. ആ വരിയിൽ അവർക്കിടയിൽ 12 പേരുണ്ട്. ക്ലിയർ അല്ലേ? പറഞ്ഞത് വ്യക്തമായി കാണും എന്ന് കരുതട്ടെ. അപ്പോൾ 2 പേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എണ്ണം മൈനസ്, ആകെ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഞാൻ അടുത്ത ചോദ്യത്തിൽ പറയുന്നത്. ഒരു എക്സെപ്ഷൻ കേട്ടോ. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16-മതും പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38-മതും നിൽക്കുന്നു എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ ആ വരിയിൽ എത്ര കുട്ടികളുണ്ട്? കണ്ടോ, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ അതേ ചോദ്യം തന്നെ, പക്ഷേ എക്സെപ്ഷണൽ കേസാണ്. ശ്രദ്ധിച്ചിരുന്നു. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു.
മക്കളെ മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16-മതും, മുന്നിൽ നിന്നും രാഹുൽ 16-മത്, പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38-മത്. ഞാൻ എ എന്നും ബി എന്നും പറഞ്ഞതുപോലെ രണ്ട് പേരുകൾ, രാഹുലും ഫാത്തിമയും. എങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കേട്ടോ, നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? അവർക്കിടയിലെ ആളുകൾ എണ്ണം കണ്ടുപിടിക്കാൻ, ഇടയിലെ ആളുകൾ എണ്ണം കണ്ടുപിടിക്കാൻ എന്തു പറഞ്ഞത്? എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക ശരിയാണോ? എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക ശരിയല്ലേ? എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. രണ്ടുപേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എപ്പോഴും ചെയ്യേണ്ടത് എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എങ്കിൽ മക്കളെ ഇവിടെ താഴെ എണ്ണം 50. 50 മൈനസ് സ്ഥാനങ്ങളുടെ തുക എടുക്കുമ്പോൾ രാഹുലിൻ്റെ സ്ഥാനം 16, ഫാത്തിമയുടെ സ്ഥാനം 38. എങ്കിൽ ഇത് തമ്മിൽ കൂട്ടുന്നു. ഓക്കെ, നോക്കാം. 50 മൈനസ് നമുക്കറിയാം 38ഉം 10ഉം 48, 48ഉം 6ഉം 54, 54 വരും. മക്കളെ 50 മൈനസ് 54 വരും. ഓക്കെ, 50 മൈനസ് 54 വരും. കഴിഞ്ഞ കണക്കിനെ പോലെ അല്ലല്ലോ ഇത്. 50 മൈനസ് 54 എന്ന് പറഞ്ഞാൽ -4 വരത്തില്ലേ? -4 വരത്തില്ലേ? ഇവിടെ അങ്ങനെ വന്നില്ലല്ലോ. 40 മൈനസ് 28 പ്ലസ് തന്നെ വന്നത്, പ്ലസ് 12. എന്നാൽ ഇവിടെ അങ്ങനെയല്ലോ മക്കളെ, -4 വരത്തില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? -4 എഴുതാതെ മൈനസ് മാറ്റി 4 അങ്ങ് എഴുതണം. 50 മൈനസ് 54, ഇതിനേക്കാൾ വലുതാണ് ഇത്. നിങ്ങൾ മൈനസ് ഇല്ലാതെ അങ്ങ് എഴുതണം. മൈനസ് ഇല്ലാതെ സംഖ്യ എഴുതണം 4. ഇത് ഓക്കെയാണോ? മൈനസ് ഇല്ലാതെ സംഖ്യ എഴുതി 4. ഇങ്ങനെ വരുന്ന കേസുകളിൽ എന്താണ് കാരണം എന്ന് വിശാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു ദിവസം പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് എണ്ണത്തേക്കാൾ കൂടുതലാണ് സ്ഥാനങ്ങളുടെ തുകയെങ്കിൽ, എണ്ണത്തേക്കാൾ വലുതാണ് സ്ഥാനങ്ങളുടെ തുകയെങ്കിൽ, കഴിഞ്ഞ കണക്കിൽ അങ്ങനെ വന്നില്ല, ഈ കണക്കിൽ അങ്ങനെ വന്നു. എണ്ണത്തേക്കാൾ വലുതാണ് സ്ഥാനങ്ങളുടെ തുകയെങ്കിൽ നിങ്ങൾ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക ചെയ്യുക. 4 കിട്ടുമല്ലോ. മൈനസ് വിട്ടാൽ 4 കിട്ടും. അങ്ങനെ കിട്ടിയാൽ അവിടെ നിന്നും ഒരു 2 കൂടി വീണ്ടും കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ശരി ഉത്തരം. എവിടുന്ന് 2 വന്നു എന്നൊക്കെ വിശാലമായിട്ട് പിന്നെ പറയാം. വീണ്ടും പറയുന്നു, പിന്നെ പറയാം. മക്കളെ, അവിടുന്ന് ഒരു 2 കൂടെ കുറയ്ക്കുന്നതായിരിക്കും ശരി ഉത്തരം. ഒന്നുകൂടെ പറയാം. എണ്ണത്തേക്കാൾ കൂടുതലാണ് സ്ഥാനങ്ങളുടെ തുക. അങ്ങനെ വരുമ്പം മൈനസ് വരേണ്ടതാ. യഥാർത്ഥത്തിൽ -4 വരേണ്ടതാ. നമ്മൾ മൈനസ് ഇല്ലാതെ 4 എഴുതി. അതുകൊണ്ട് ഉത്തരം അതല്ല. മൈനസ് ഇല്ലാതെ 4 എഴുതുക. അവിടുന്ന് എപ്പോഴും മകളെ 2 കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. 2 എവിടുന്ന് വന്നു എന്ന് പിന്നെ പറയാം. നിങ്ങൾ എപ്പോഴും 2 കുറച്ചാൽ മതി, അതാണ് ഉത്തരം. അപ്പോൾ നമ്മുടെ ഇവിടെ ശരി ഉത്തരം 2 ആണ്. അവർക്കിടയിൽ ആ വരിയിൽ 2 പേര് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ശരിതാ, അടുത്തൊരു മോഡൽ. ഒരു വരിയിൽ എക്സ് മുന്നിൽ നിന്നും 21-മതും വൈ പിന്നിൽ നിന്നും 17-മതുമാണ്. ഇവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എക്സ് മുന്നിൽ നിന്നും 34-മതായാൽ പിന്നിൽ നിന്നും വൈയുടെ സ്ഥാനം എത്ര? നല്ല ചോദ്യമാണ്. പരസ്പരം സ്ഥാനം മാറുന്ന ചോദ്യങ്ങൾ, ഇത് പലരും ചെയ്ത് ഒരുപാട് സമയം പാഴാക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകൂടെ പറയാം. ഒരു വരിയിൽ മക്കളെ എക്സ് മുന്നിൽ നിന്നും 21-മതാ. നോക്ക്, എക്സ് മുന്നിൽ നിന്നും 21. കേട്ടോണേ, എക്സ് മുന്നിൽ നിന്നും 21. വൈ എവിടുന്ന പറ? പിന്നിൽ നിന്നും 17. കേട്ടോ, വൈ പിന്നിൽ നിന്നും 17. ഓക്കെ, എക്സ് മുന്നിൽ നിന്നും 21, വൈ പിന്നിൽ നിന്നും 17. ഇവർ പരസ്പരം സ്ഥാനം മാറി. അങ്ങനെ മാറിയപ്പോൾ എക്സ് മുന്നിൽ നിന്നും 34-മതായി. എക്സ് നേരത്തെ 21 എക്സ് ഇപ്പോൾ 34 ആയെന്നാണ് പറയുന്നത്. 34 എങ്കിൽ വൈ പിന്നിൽ നിന്നും എത്രാമതായി എന്നാണ് പറയേണ്ടത്. ഒന്നുകൂടെ പറയാം. ഒരു വരിയിൽ എക്സ് എന്ന് പറയുന്നവനുണ്ടായിരുന്നു. അവൻ മക്കളെ മുന്നിൽ നിന്നും 21 നിന്നവനാ. വൈ പിന്നിൽ നിന്നും എണ്ണി വന്നാൽ 17-മത് നിന്നവനാ. 17-മത്. ഇവർ പരസ്പര സ്ഥാനം മാറി എന്ന് പറഞ്ഞാൽ എക്സ് വന്ന് വൈയുടെ സ്ഥാനത്ത് നിന്ന്, വൈ വന്ന് എക്സിൻ്റെ സ്ഥാനത്ത് നിന്ന്. അങ്ങനെ നിന്നപ്പോൾ മക്കളെ എക്സിൻ്റെ സ്ഥാനം 34 എങ്കിൽ വൈയുടെ സ്ഥാനം എത്ര ആയി എന്നാ ചോദിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. എക്സിൻ്റെ ആദ്യത്തെ സ്ഥാനം മക്കളെ 21, എക്സിൻ്റെ രണ്ടാമത്തെ സ്ഥാനം 34, എക്സിൻ്റെ ആദ്യത്തെ സ്ഥാനം 21, എക്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം 34. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കണം. 21 34 ആവാൻ എത്ര കൂടി? 21 34 ആവാൻ മക്കളെ 13 കൂടി. ശരിയാണോ?
13 കൂടി. മക്കളെ 21 34 എടാ ഈ പഴയതവൻ 21 ഇന്നവനാ, ഇപ്പം 34 പറഞ്ഞാൽ 13 സ്ഥാനം കൂടി. 13 സ്ഥാനം കൂടി എങ്കിൽ കണ്ണുമടച്ച് വൈയുടെ പുതിയ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാലും ഇവിടെ ഈ 17നോട് ഒരു 13 കൂട്ടിയാൽ മതി. മക്കളെ ഇവിടെ കൂട്ടിയ സംഖ്യ തന്നെ ഇവിടെയും കൂട്ടിയാൽ മതി. എടാ ഇവിടെ കൂട്ടിയ സംഖ്യ തന്നെ ഇവിടെയും കൂട്ടിയാൽ മതി. പറഞ്ഞ മനസ്സിലായോ? എങ്കിൽ 17 + 13 എന്ന് പറഞ്ഞാൽ 30. 30 വൈയുടെ പുതിയ സ്ഥാനം. കഴിഞ്ഞ്. പറഞ്ഞ മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. എടാ ഇവിടെ 13 കൂടിയെങ്കിൽ ഇവിടെയും കണ്ണു അടച്ച് 13 കൂട്ടി വെച്ചോ, 13 കൂട്ടി വെച്ചോ, 30 ദാ പിന്നിൽ നിന്നും ഇപ്പോൾ വൈ നിൽക്കുന്ന സ്ഥാനം. ക്ലിയർ അല്ലേ? പറഞ്ഞിട്ട് മനസ്സിലായോ? 5 വെറൈറ്റി ചോദ്യങ്ങളാണ് പറഞ്ഞത്. 5 വെറൈറ്റി ചോദ്യങ്ങളാണ്. ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ. അപ്പോൾ ഇടയിലെ ആളുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെ മക്കളെ? ആകെ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എപ്പോഴെങ്കിലും സ്ഥാനങ്ങളുടെ തുക വലുതായിട്ട് വരുമ്പം മൈനസ് നമ്പർ വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ മൈനസ് ഇല്ലാതെ ആ സംഖ്യ എഴുതും. അവിടെ നിന്നും ഒരു 2 കൂടി കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്ത പാർട്ടിൽ വീണ്ടും 1 മാർക്കുമായിട്ട്, 1 മാർക്ക് ഉറപ്പ് മാർക്കുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.